ഹേയ് ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് ഉപ്പുമാവും മുട്ടക്കറിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് അങ്ങോട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുനുകുനെ അരിഞ്ഞ് വെച്ച നമ്മുടെ ക്യാരറ്റും സവാളയും കൂടി ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി അത് വഴട്ടി കൊടുക്കണം. നന്നായിട്ട് വഴട്ടി കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഇന്ന് നമ്മളുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അതും കൂടെ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് അത് മൂപ്പിച്ചെടുത്തു. പിന്നെ നിങ്ങൾ മറക്കരുത് ഉപ്പിടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഒരു 2-2.5 കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് കണക്ക് കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഏകദേശം ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. അങ്ങനെ ഒരു 2-2.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ച് ഞാൻ കൊടുത്തു. പിന്നെ അതിലേക്ക് നെയ്യാണ് കേട്ടോ, നമ്മുടെ നെയ്യും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സംഭവം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം റവ അങ്ങോട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ് ഗൈസ്. അപ്പോൾ ഞാനതിങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നപ്പം നമ്മുടെ ആ കപ്പിൽ തന്നെയാണ് കേട്ടോ റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉപ്പുമാവ് അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്യുടെ ടേസ്റ്റ്, എത്ര നെയ്യ് നമ്മൾ ഇട്ട് കൊടുക്കുന്നോ അത്രയും ആ ഒരു ഫ്ലേവർ കൂടി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോഴത്തേന് കടുക് പൊട്ടി. പിന്നെ അതിലേക്ക് ഞാൻ സവാള ഒരു 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും 2 പച്ചമുളകും കൂടാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ കീറി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതും കൂടെ വഴണ്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം മുട്ടക്കറി, എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഒരു വേറൊരു രീതിയിലുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ അത് നന്നായി വഴണ്ട് വന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമ്മുടെ ഇച്ചിരി പുളി വെള്ളമാണ് കേട്ടോ. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. പച്ചമണം മാറി കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ അത്രയേ ഉള്ളൂ. സംഭവം തിളച്ച് വന്നപ്പോഴത്തേന് നമ്മുടെ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബായ്.